ശക്തമായ മഴയെ തുടർന്നിട്ട് ലീവൊക്കെ കുറേ ഉള്ളതുകൊണ്ട് 3 ദിവസം അടുപ്പിച്ച് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞായറാഴ്ച എൻ്റെ അനിയൻ പറഞ്ഞു സിനിമയ്ക്ക് പോകാമെന്ന്. പക്ഷേ എന്നെപ്പോലുള്ള അമ്മമാരുണ്ടോ എൻ്റെ പിള്ളേരുടെ ഡ്രസ്സ് ഒന്നും കൊണ്ടുവരാണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഡ്രസ്സ് മാത്രം ഞാൻ തൂത്ത് പറക്കി പോന്നു. എൻ്റെ പിള്ളേരുടെ ഡ്രസ്സ് ഒന്നും ഉണ്ടായില്ല. ഭാഗ്യത്തിന് 1-2 ഡ്രസ്സ് ഇവിടെ ഞാൻ അരിച്ച് പറക്കിയപ്പോൾ കിട്ടി കേട്ടോ. അപ്പോൾ അവരൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എൻ്റെ കാര്യം മറക്കാറില്ല. ഞാൻ എൻ്റെ എല്ലാ നല്ല ഡ്രസ്സ് എടുത്ത് വയ്ക്കാറുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ നാത്തൂൻ ആൻറ്റിയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങണ നേരത്ത് നല്ല മഴ പെയ്തു കേട്ടോ. നേരെ നമ്മൾ സിനിമയ്ക്കാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മാത്രമായിട്ടൊരു സിനിമയ്ക്ക് പോണത്. കീത്തും നിഖിലും അന്ന് അവൈലബിൾ ആയിരുന്നില്ല ഗൈസ്. നമ്മളപ്പോൾ പോണത് ഏതായിരുന്നു, സാഹസത്തിനാണ് പോയത്. നല്ലൊരു സാഹസം പിടിച്ചൊരു സിനിമയായിരുന്നു കേട്ടോ. അപ്പോൾ കാശിൻ്റെ പാട്ടിൻ്റെ വൈബിലാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നമ്മുടെ പിള്ളേർ, അതായത് മാമനും മോളും തമ്മിൽ ഭയങ്കരമായ ശക്തി പ്രയോഗത്തിലാണ്. പിന്നെ സഞ്ജു കാണുന്ന പോലെയല്ല, ഭയങ്കര ശക്തി. ഞാനപ്പോൾ അമ്മയുടെ സെൽഫി എടുക്കുന്ന സമയത്തുണ്ടല്ലോ, പാറുവിൻ്റെ ഒരു മോന്ത കണ്ടോ, അവളായിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് കുറേ നേരം പിണങ്ങിയിരുന്നു. ആ പിണക്കം മാറ്റാൻ ഞാൻ കുറേ നേരം പിടിച്ചു. അങ്ങനെ ഞാൻ എന്തൊക്കെയോ ഫുഡുകൾ ഓർഡർ ചെയ്തു, അതൊക്കെ വാരി വലിച്ച് കഴിച്ചു. പക്ഷേ ഇവിടുത്തെ ബീഫ് ദോശ ഒരു രക്ഷയില്ല ഗൈസ്. കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ നാത്തൂനൊരു സന്തോഷകരമായ വാർത്ത കാണിച്ചത്. നാളെയും അവധിയാണ്. ഞാൻ തുള്ളിച്ചാട്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് എനിക്ക് വീട്ടിൽ നിൽക്കാമല്ലോ. പക്ഷേ എൻ്റെ കെട്ടിയോ സമ്മതിച്ചില്ല. നീ അതേ കിടന്ന് തുള്ളണ്ട, ഇപ്പം തന്നെ നമുക്ക് പണിക്കട്ടിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ രാത്രി തന്നെ കെട്ടി വലിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ എൻ്റെ ഒരു സൺഡേ ഉണ്ടായിരുന്നത്.